ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹരിതയ്ക്ക് ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തതാ, എന്നിട്ടെന്തായി? ഇപ്പൊ ജഗനും അവനേതോ കണ്ടവന്റെ കുട്ടിക്ക് കാവല് കിടക്കുന്നു. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വേണം. അല്ലെങ്കിൽ കാരണവന്മാരായിട്ടുണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടു പോവും. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഈ കുടുംബത്തിലെ ഗ്രഹനാഥ നീയാ. നീ വേണം കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കാൻ. വിദ്യ വരുന്നു. കുട്ടികളുണ്ടാകാത്തതിനെ കുറിച്ച് നീ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. പാവത്തിന് സങ്കടമാവും. അല്ല, ഒരുപക്ഷെ അവളുടെ കുഴപ്പം കൊണ്ടല്ലെങ്കിലും. അമ്മേ, അമ്മേ, ഒരു കൂട്ടം കാണിച്ചു തരാം. അമ്മേ, പിന്നെ ഇന്നേ അമ്മയുടെ കൈ കൊണ്ട് പാൽപ്പായസം വെച്ച് ഇവിടെ എല്ലാവർക്കും കൊടുക്കണം. അതെന്താ പെട്ടെന്ന് നിനക്കൊരു പായസക്കൊതി? ഇന്ന് നിന്റെ പിറന്നാളാണോടാ? ആണോ സുമലതേ? അല്ല, ഇവന്റെ പിറന്നാൾ ധനുമാസത്തിലല്ലേ? ഇത് പിറന്നാളിന്റെ ഒന്നും അല്ലമ്മേ. നമ്മുടെ ജഗൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ്സോ? എന്ത് ബിസിനസ്സാടാ? അതൊക്കെ അവിടെ നിക്കട്ടെ. ഏതായാലും വരുമാനമുള്ള ബിസിനസ് ആണെന്നറിയാം. ഇതേ ഏതായാലും എന്നെ പോലെ ജോലിക്കൊന്നും പോകാതെ ജഗൻ വീട്ടിൽ കയറിയൊന്നും നിൽക്കുന്നില്ലല്ലോ. പയ്യെ പയ്യെ എനിക്കും തുടങ്ങണം ഒരു ബിസിനസ്. മോനെ, ജഗൻ എന്ത് ബിസിനസ്സാണ് തുടങ്ങിയോന്ന് പറ. അതൊക്കെ പിന്നെ പറയാം. ആദ്യം അമ്മ പോയി പായസം ഉണ്ടാക്ക. അവൻ എന്ത് ബിസിനസ് തുടങ്ങിയെന്നൊന്ന് പറയടാ. ജഗന്റെ പുതിയ ബിസിനസിന്റെ വീഡിയോ എന്റെ മൊബൈലിൽ വന്നിട്ടുണ്ടമ്മേ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ജഗന്റെ പുതിയ ബിസിനസ്, തട്ടുകട. ദോശയും ചമ്മന്തിയും ഓംലെറ്റും രസവടയും പിന്നെന്തോ വേണം. ഓംലെറ്റിന്റെയും തട്ടുദോശയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ദേ കൂത്തി വരുന്നു എന്റെ അപ്പച്ചി. കൊള്ളാം, തട്ടുകട. മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകൻ പെരുവഴിയില് തട്ടുകട കച്ചവടം. കഷ്ടം. ഇനി എന്റെ വീട്ടുകാരോട് ഞാൻ എന്ത് പറയും? എന്റെ അനിയന്റെ കടയിൽ നല്ല തട്ടുദോശയും ചമ്മന്തിയും കിട്ടുമെന്നോ? എടി, തട്ടുദോശയ്ക്ക് എന്താണ് കുഴപ്പം? അവൻ എന്നെയും നിന്നെയും പോലെ വെറുതെ ഇരുന്ന് തിന്നുമല്ല, അധ്വാനിച്ചിട്ടാ 4 കാശുണ്ടാക്കുന്നത്. അമ്മേ, നിങ്ങളുടെ ഒരു കാര്യം. അവനെ വരുത്താൻ സമയമായി. അടുത്ത കളികൾ അവൻ വന്നിട്ട്. ആര്? നീ കണ്ടോ? ആരും ഒന്നും പറയില്ല, സസ്പെൻസ് ഇടും. കണ്ടോളാൻ. എന്ത് കാണാനാ? മാനത്തെ കൊട്ടാരം